നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസ്റ്റിസ് അക്കാഡമിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഈ വരുന്ന 27-ാം തീയതി LDC പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോൾ ആ പരീക്ഷ ആരംഭിക്കുന്നതിന് മുൻപായിട്ട് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഫാസ്റ്റിസ് അക്കാഡമി ഒരു ഭഗീരഥ പ്രയത്നം ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിരുന്നു. അത് അതീവ സന്തോഷത്തോടെ പറയുകയാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഇവിടെ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. നമ്മൾ ഏറ്റെടുത്ത ടാസ്ക് 3 ടാസ്കുകളായിരുന്നു ഏറ്റെടുത്തിരുന്നത്. ആ 3 ടാസ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരമില്ല. 3ഉം ഒരേപോലെ പ്രധാനപ്പെട്ടതായിരുന്നു. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സുഹൃത്തുക്കൾക്ക് പരീക്ഷയ്ക്ക് ഒരു കൈസഹായം എന്ന രീതിയിൽ ഞങ്ങളുടെ ഒരു മികച്ച റിസർച്ച് ടീം ഉണ്ടായിരുന്നു. ആ മികച്ച റിസർച്ച് ടീം അധ്യാപകരടങ്ങുന്ന റിസർച്ച് ടീമാണ്. ആ റിസർച്ച് ടീമിന്റെ സപ്പോർട്ടോട് കൂടിയിട്ട് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ ഈ 25 സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്തുകൊണ്ട് 25 ദിവസം കൊണ്ട് ജൂലൈ മാസം 2-ാം തീയതി തൊട്ട് 25-ാം തീയതി വരെയുള്ള ഒരു സമയത്ത് ഒരു ക്വിക്ക് റിവിഷൻ പ്ലാൻ ചെയ്തിരുന്നു. ആ ക്വിക്ക് റിവിഷൻ നമുക്ക് ഇന്നത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നു. നമ്മൾ അനൗൺസ് ചെയ്തിരുന്നത് വെറും 60 എക്സാമുകളാണ് നമ്മൾ ഇതിൽ അനൗൺസ് ചെയ്തിരുന്നത്. സബ്ജക്ട് വൈസിൽ 25 സബ്ജക്റ്റുകൾ ഡിവൈഡ് ചെയ്തിട്ട് 60 പരീക്ഷകളാണ് നമ്മൾ അനൗൺസ് ചെയ്തിരുന്നതെങ്കിൽ 60 പരീക്ഷകൾക്ക് അപ്പുറത്ത് നമുക്ക് ചെയ്യാൻ സാധിച്ചു. അതായത് ഏകദേശം ഒരു 85 മോഡൽ പരീക്ഷകൾ, അതായത് 8500ഓളം ക്വസ്റ്റ്യൻസ് നമുക്ക് നൽകുവാൻ സാധിച്ചു. അതായത് ഏറ്റെടുത്തതിനേക്കാൾ കൂടുതൽ, അതായത് പകുതിയോളം കൂടുതൽ നൽകുവാനായിട്ട് നമുക്ക് സാധിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ ഏറ്റെടുത്ത മറ്റൊരു ദൗത്യം ഉണ്ടായിരുന്നു. ഈ 25 സബ്ജക്റ്റുകൾ, ആ 25 സബ്ജക്റ്റുകളെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോ സെഗ്മെന്റിൽ നിന്നും പരമാവധി 4 എക്സാം വീതം 100 പരീക്ഷകൾ ഈ പറയുന്ന 1ാമത്തെ LDC പരീക്ഷയ്ക്ക് മുൻപ് നൽകാൻ ധാരണയെടുത്തുകൊണ്ട് നമ്മൾ നിശ്ചയിച്ചിരുന്നു. ഇതിന്റെ പ്രത്യേകത ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസർ വിത്ത് എക്സ്പ്ലനേഷൻ ഓഡിയോയും കൂടി നൽകുന്ന ഒരു പരീക്ഷാ സ്കീം എന്നുള്ളതായിരുന്നു ഈ 100 ടെസ്റ്റ് സീരീസിന്റെ പ്രത്യേകത. അതും ഇന്നത്തോടു കൂടിയിട്ട് നമ്മൾ പൂർത്തിയാകുകയാണ്. അപ്പോൾ പൂർത്തിയാകുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പരീക്ഷയുടെ എണ്ണം എത്രയെന്ന് ചോദിച്ചാൽ അതിവിടെ 112 പരീക്ഷകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട്. 100 പരീക്ഷകൾ പറഞ്ഞിട്ട് 112 പരീക്ഷകളാണ് നമുക്കിവിടെ കൊടുക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് 100 ടെസ്റ്റ് സീരീസിലാണെങ്കിൽ. ഇനി ഇതേപോലെ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിട്ടില്ലാത്ത ആളുകൾ ആവശ്യമുന്നയിച്ചപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ 60 ദിവസം കൊണ്ട് ക്രാഷ് കോഴ്സ് ആരംഭിച്ചു. അല്ലെങ്കിൽ 60 ദിവസം കൊണ്ട് LDCയുടെ സമ്പൂർണ്ണ സിലബസ് പൂർത്തിയാക്കുന്ന ഒരു ക്രാഷ് കോഴ്സ് നമ്മൾ ആരംഭിച്ചിരുന്നു. ആ 60 ദിവസത്തെ കോഴ്സിൽ നമ്മൾ വീഡിയോ ക്ലാസ്സുകളിലൂടെയും ഓഡിയോ ക്ലാസ്സുകളിലൂടെയും PDF നോട്ട്സുകളിലൂടെയും നമ്മൾ എന്ത് ചെയ്തിരുന്നു, ഈ സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്തിരുന്നു. സിലബസ് പൂർണ്ണമായിട്ട് കവർ ചെയ്യുക മാത്രമല്ല, ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഏകദേശം 30ഓളം മോഡൽ പരീക്ഷകൾ കൂടി നമുക്ക് നൽകാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് ചെയ്യുകയും അതിനപ്പുറത്തേക്ക് കുറച്ച് കാര്യങ്ങൾ അധികമായിട്ട് ഉദ്യോഗാർത്ഥികൾക്ക് കൊടുക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് നമുക്ക് സന്തോഷം നൽകുന്ന കാര്യം എന്ന് പറയുന്നത്. ഇത് എന്റെ മാത്രം എടുക്കൂ, എന്റെ മാത്രം നമ്മുടെ സ്ഥാപനത്തിന്റെ കൂടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ വെച്ചാൽ നമ്മുടെ റിസർച്ച് ടീമിൽ പ്രവർത്തിച്ച ആൾക്കാരുണ്ട്. അവരോടുള്ള നന്ദി കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ ഫാക്കൽറ്റികൾ എന്ന നിലയിലും അതേപോലെ നമ്മുടെ റിസർച്ച് ടീം എന്ന നിലയിലും നമ്മുടെ ജില്ലയുടെ നമ്മുടെ സംസ്ഥാനത്തിന്റെ വടക്കേ അറ്റം തൊട്ട് തെക്കേ അറ്റം വരെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടുന്ന കുറച്ച് പേരുകളുണ്ട്. അത് മാത്രം ഇപ്പോൾ സൂചിപ്പിക്കുകയാണ്. അത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നിന്നും നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് അർച്ചനയാണ്. അതേപോലെ വയനാട് ജില്ലയിൽ നിന്നും നമുക്കുണ്ടായിരുന്നു. വയനാട് ജില്ലയിലെ ഫാക്കൽറ്റി എന്ന് പറയുന്നത് ഡോക്ടർ സന്ധ്യാവി കുറുപ്പാണ്. അദ്ദേഹം നല്ല രീതിയിലുള്ള സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്. അതേപോലെ മലപ്പുറം ജില്ലയിൽ നിന്നാണെങ്കിൽ നമ്മുടെ ഫാക്കൽറ്റി ആയിട്ടുണ്ടായിരുന്ന രശ്മിയാണ്. അതേപോലെ തൃശൂർ ജില്ലയിൽ നിന്നും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലും മറ്റു കാര്യങ്ങളിലും എല്ലാം അതീവ ശ്രദ്ധ പുലർത്തിയ മറ്റൊരു വ്യക്തി സേതു ലക്ഷ്മിയാണ്. എറണാകുളം ജില്ലയുണ്ട്. എറണാകുളം ജില്ലയിൽ നിന്നാണെങ്കിൽ ഇക്കാര്യങ്ങളെല്ലാം കോർഡിനേറ്റ് ചെയ്തത് സുചിത്ര എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാക്കൽറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ സവിത എന്ന് പറഞ്ഞ മറ്റൊരു ഫാക്കൽറ്റിയും എറണാകുളം ജില്ലയിൽ നിന്ന് തന്നെ നമുക്ക് വേണ്ടുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്നാണെന്നുണ്ടെങ്കിൽ 2 പേരുണ്ടായിരുന്നു. ആലപ്പുഴ ജില്ലയിൽ നിന്ന് മനീഷ് സാർ എന്ന ഇംഗ്ലീഷ് ഫാക്കൽറ്റി നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തെന്ന വ്യക്തിയാണ്. അതേപോലെ ആര്യ എന്ന മറ്റൊരു സ്റ്റുഡന്റ് ആണ്. പക്ഷെ എന്നാലും ഇവ ക്വസ്റ്റ്യൻസ് ഒക്കെ തയ്യാറാക്കുന്നതിൽ അദ്ദേഹവും വളരെ ഗൗരവമായ രീതിയിലുള്ള സപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. കോട്ടയം ജില്ലയിൽ നിന്ന് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിലേക്ക് ഉണ്ടായിരുന്ന ഒരു ടീച്ചറാണ്. അദ്ദേഹത്തിന്റെ പേര് അഞ്ജന എന്നാണ്. അതേപോലെ പത്തനംതിട്ട ജില്ലയിൽ നിന്നും നമുക്ക് ഈ പറയുന്ന നമ്മുടെ ഫാക്കൽറ്റിയുടെ റിസർച്ച് വിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു അഡ്വക്കേറ്റ് ആണ്. സ്വാതി മോഹൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ ഇത്രയും മികച്ച ഒരു ടീമിന്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് സമയബന്ധിതമായിട്ട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പൂർത്തീകരിക്കുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു
കോഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ 500-ലധികം ആളുകൾ ഈ ഒരു കോഴ്സിന്റെ പ്രയോജനം പറ്റിയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ, അതേപോലെ തന്നെ സൗജന്യമായിട്ട് നമ്മൾ നടത്തിയ ഒരു കോഴ്സ്, അത് നമ്മുടെ ബാസിസ് അക്കാഡമി എന്നുള്ള ടെലഗ്രാം ചാനലിലുണ്ട്. അത് ഏതാണ്ട് 8000-ന് മുകളിലുള്ള ആളുകൾ ഈ പറയുന്ന കോഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രയോജനങ്ങളെല്ലാം അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് മുമ്പായിട്ട് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത് നമ്മുടെ ഈ റിസർച്ച് ടീമിന്റെ അതീവ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് സമയബന്ധിതമായിട്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അതായത് ഒരു ദിവസം പരീക്ഷ മുടങ്ങിയാൽ നമ്മുടെ സ്ഥാപനത്തിന് പിന്നെ നിലനിൽപ്പില്ല. അപ്പോൾ അത് കണ്ടറിഞ്ഞ് വളരെ മികച്ച രീതിയിൽ എന്നെ പിന്തുണച്ച, എന്റെ കൂടെ നിന്ന എന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫിനാണ് ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തയ്യാറാക്കിയ ഈ ക്വസ്റ്റ്യൻസ്, ഈ പരീക്ഷകൾ, അത് ഈ വരുന്ന പരീക്ഷകൾക്ക്, അതായത് ഒക്ടോബർ മാസം വരെയുള്ള പരീക്ഷകൾക്ക് 100% പ്രയോജനകരമാണ്. ആ ഒക്ടോബർ മാസത്തിൽ പരീക്ഷ നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ, അവർക്ക് ഇനിയും പഠിച്ചു തുടങ്ങിയിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഈ ക്രാഷ് കോഴ്സ് പഠിക്കാവുന്നതാണ്. ഇനി പഠിച്ചു പൂർത്തിയായ ആളുകളുണ്ടെങ്കിൽ നിങ്ങളുടെ അറിവിന്റെ ശേഖരം എത്രത്തോളം ഉണ്ട് എന്ന രീതിയിൽ മനസ്സിലാക്കുന്നതിന് ടെസ്റ്റ് സീരീസുകൾ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഈ ടെസ്റ്റ് സീരീസിലോ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് അയച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന്റെ ഡീറ്റെയിൽസ് ആരായാവുന്നതാണ്. അപ്പോൾ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പർ 9846183166 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാവുന്നതാണ്. അപ്പോൾ 27-ാം തീയതി പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിജയാശംസകൾ നേർന്നു നിർത്തുന്നു. ഓൾ ദ ബെസ്റ്റ്.